അരി കൊണ്ട് ഉണ്ടാക്കുക, അതുപോലെ റാഗി, പിന്നെ ഗോതമ്പ്, അതുകൊണ്ടൊക്കെ നമുക്ക് പുട്ടുണ്ടാക്കാം. അതേപോലെ തന്നെയാണ് ഓട്സ് കൊണ്ടുള്ള പുട്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ലതാണ്, രാവിലെ കഴിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ അതിലേക്ക് എന്താ വെച്ചാൽ കറികളൊക്കെ ഉണ്ടാക്കാം, സാധാരണ കടലക്കറിയും എല്ലാം ഉണ്ടാക്കാം. അതുപോലെ നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ ഉഷാറാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഓട്സിൻ്റെ പുട്ടും ഗ്രീൻ പീസിൻ്റെ കറിയാണ്. ഗ്രീൻ പീസ് ഇത് പച്ചമുളക് ആണ് തേങ്ങേൻ്റെ കൂടെ അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ ഇങ്ങനെ 5:45 ഒക്കെ ആയി, വെളിച്ചമായി ഇങ്ങനെ വരികയാണ്. ഈ ധനുമാസത്തിലെയും മകരമാസത്തിലെയൊക്കെ പുലർച്ചയ്ക്ക് നല്ല തണുപ്പാണല്ലോ. അപ്പം ഇന്നത്തെ ദിവസം ആരംഭിക്കായി. തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ പീസ് ഇവിടെ ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്സിൻ്റെ പുട്ട്. അപ്പോൾ രാവിലെയൊക്കെ ആയി, നേരം വെളിച്ചായി വന്നിട്ടേ ഉള്ളൂ. ഇന്ന് പിന്നെ രാവിലെ എന്ന് വെച്ചാൽ സാധാരണ ഞാൻ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നടത്തുന്നുണ്ട് രാവിലത്തെ നടത്തം. ഞായറാഴ്ച പിന്നെ ഇല്ല. അപ്പോൾ പിന്നെ ഏതായാലും നേരത്തെ തന്നെ കറീൻ്റെ കാര്യങ്ങളും അതായത് ചായ പലഹാരത്തിലൊക്കെ തുടങ്ങാം. അപ്പോൾ അത് നമുക്ക് കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അത്യാവശ്യം നല്ല വേവ് ഉണ്ടായിരിക്കും ഇതിന്, പാകത്തിനുള്ളൂ. അപ്പോൾ ഇതാ ഉപ്പ് അത് ചേർത്തു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതാ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരവിയതുണ്ട്, അത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇനി അരച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ തേങ്ങ അരച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഇതാ പച്ചമുളകാണെന്ന് അത് ചേർത്തിട്ട് ഇതാ അരച്ചെടുത്തു, വേറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ ഒരു 8 വിസിൽ കഴിഞ്ഞ ശേഷമാണിത്. ഗ്രീൻ പീസ് നല്ല വേവുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. വീണ്ടും അടുപ്പ് ചെറുതായിട്ട് കത്തിച്ച് ഇതാ അരച്ച് വെച്ചതിൽ പാരാം. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, നമുക്ക് വേറെ മറ്റ് പൊടികളൊന്നുമില്ലല്ലോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ വേവിച്ച ശേഷം. ഇനിയിപ്പോൾ അതിലിതാ നമുക്ക് കറിവേപ്പില ചേർക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇനി പച്ച വെളിച്ചെണ്ണ തുളിക്കുക. ഇപ്പോൾ കറീൻ്റെ പണി കഴിഞ്ഞു, വറവിടാനൊന്നുമില്ല. ഓട്സിൻ്റെ പുട്ടുണ്ടാക്കിയിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ ഞങ്ങൾ മറ്റേ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇപ്പോൾ ഓട്സ് വാങ്ങിയിട്ട് അതെ കുറേ ദിവസമായി. ഇപ്പോൾ ഇതിപ്പോൾ ഒരു 1/2 കിലോൻ്റെ പാക്കറ്റ് വാങ്ങിയതാണ്. അതിൻ്റെ കൂടെ ഒരു റോസ്റ്റഡ് സേമിയ ഫ്രീ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ദിവസം സേമിയ പായസമൊക്കെ വെക്കാമല്ലോ. അപ്പോൾ ഓട്സൊക്കെ പാത്രത്തിൽ ഇവിടെ ആക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ അത് നമുക്ക് എടുക്കാനുള്ളതാണ്. അതിതാ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉണ്ട് വറുത്തെടുക്കാം, ചെറിയ തീയിൽ, കരിയാതെ. ഇനിയിപ്പോൾ അത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള തുടങ്ങായി, അതിനുള്ളതാണിത്. അത് പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ഉപ്പുവെള്ളത്തിൽ നമ്മൾ സാധാരണ പുട്ടിനൊക്കെ അരിപ്പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉപ്പുവെള്ളത്തിൽ നനച്ചെടുക്കാം. ചെറിയ ചെറിയ കട്ടകളൊക്കെ തന്നെ ഉടച്ചു കൊടുക്കാം. അത് പക്ഷേ ആ കട്ടകൾ നമ്മൾ ഒന്നുകൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്നുകൂടി കറക്കിയെടുത്തു. ഇപ്പോൾ കണ്ടോ? അപ്പോൾ ആ കട്ടകളൊക്കെ പോയി നല്ല പൊടിയായി. ഇപ്പോൾ തേങ്ങ ചിരവിയത് ഇവിടെ ഉണ്ട്. ഇനി അത് പുട്ടിൻ്റെ കുറ്റിയിൽ ഇടാം. ആദ്യം ഒന്ന് പൊടി, അതായത് വറുത്ത ശേഷം ഒന്ന് പൊടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണ് നമ്മൾ അതിൽ നനച്ചെടുത്ത ശേഷം ആ കട്ടയ്ക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കറക്കിയെടുത്തു. അതാണ് ഇപ്പോൾ ചെയ്തത്. നല്ല പാകത്തിനായി പൊടിയൊക്കെ. ഇനി ഇത് നമുക്ക് പുട്ടിൻ്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നമുക്കത് ഇതാ ഇനി ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ആവിയൊക്കെ വന്ന് നമ്മളിതാ ഇനി ഇങ്ങോട്ട് കുത്തിയെടുക്കാം. അപ്പോൾ അത് ഇവിടെ
കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ചായ പലഹാരത്തിനുള്ള എല്ലാം ആയി. അതായത് പുട്ടും കറിയും പിന്നെ ചായയൊക്കെ ആയി. ഇനിയിപ്പോൾ കഴിക്കേ വേണ്ടു. ഏകദേശം കഴിക്കാനായി. ഇപ്പോൾ ഏതായാലും ഇനി അമ്മേനെ വിളിക്കാം. അപ്പോൾ ഏതായാലും ചായ കഴിക്കായി. ഈ തണുപ്പത്ത് നല്ല രസമാണ് ചൂടുള്ളൊരു ചായ. അപ്പം അമ്മയ്ക്കൊരു കഷ്ണം. ഇനി ഇതാ നമ്മൾ കറി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരൊറ്റ നേരത്തിനുള്ള കറി ഞങ്ങൾക്ക് 2 പേർക്കുള്ള കുറച്ച് തന്നെ ഉള്ളൂ. മസാലയൊന്നും ഇല്ലാത്ത കറിയല്ലേ. എരിവിന് പച്ചമുളകും പിന്നെ ചെറുതായിട്ടൊന്ന് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം അമ്മ രാവിലെ വായന കഴിഞ്ഞ് വന്ന് ചായ പലഹാരത്തിന് ഉള്ള കഴിക്കായി. ഇനിയിപ്പോൾ ഏതായാലും ഞാനും കഴിക്കട്ടെ. വെളിച്ചെണ്ണ ഓയിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം നമ്മൾ ബോട്ടിൽ നല്ല 100% ഫുഡ് ഗ്രേഡാണ്. നല്ല 1 ലിറ്ററിൻ്റെ ഇതിലാക്കിക്കട്ടെ വെളിച്ചെണ്ണയ്ക്കെന്ന്. ഇതേതായാലും നല്ല 2 പാത്രം അത് വാങ്ങി. അതിൽ ഇങ്ങനെ ഒഴിച്ചെടുക്കാനുള്ളതൊക്കെ ഉണ്ട്. ഒഴിക്കാനുള്ളതാണിത്. അതായത് നമുക്ക് ഇനി ഇതിങ്ങനെ പിന്നെ തുറന്നെടുക്കാം. അടപ്പ് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പാത്രം അല്ലേ. അതിൽ ഓയിലാണിത്. അതൊന്ന് സൺഫ്ലവർ ഓയിലാണ്. അത് ഒഴിക്കാം. നമ്മുടെ പാത്രത്തിൽ നിന്ന് ഒക്കെ പാർന്ന് വയ്ക്കാം. ഇതിപ്പോൾ 110 റുപ്യാണ് ഒരു ബോട്ടിലിന്. അങ്ങനെ 2 എണ്ണം 220. കുറേ ദിവസമായി ഇതൊന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്നത്. ഞങ്ങളെ പഴയ പാത്രമൊക്കെ എന്നേ വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രം കണ്ടോ. വെളിച്ചെണ്ണയും ഓയിലും വേറെ വേറെ ആയി. ഇനിയിപ്പോൾ അമ്മ ഒന്ന് നോക്കിക്കോട്ടെ. അമ്മയ്ക്കൊന്ന് വശം ആവാണ്ട് ഒഴിക്കാൻ. അതാ ഇന്ന് ഉച്ചയ്ക്കുള്ള മത്തി മീൻ കറി തേങ്ങ അരച്ചത് പിന്നെ ഇതാ വറക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ പാത്രം ഇവിടേക്കാക്കി. ഇവിടെ അത് കറക്റ്റായിട്ട് പാകമായി നിൽക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.